കാരണം ISRO ചെയർമാൻ മാത്രമൊന്നുമല്ല അവിടെ എല്ലാം ജോലി ചെയ്യുന്നത്. ISRO ചെയർമാൻ ചെയ്യേണ്ട ജോലികളൊക്കെ ഡിഫൈൻ ചെയ്ത ശേഷം സമാധാനമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ സമയത്തൊന്ന് മനസ്സിലാക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കാണുന്ന പോലും ഇല്ല. അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് പാഡിൽ ആ റോക്കറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് കണക്ടിവിറ്റി ചെയ്യുന്നവരുണ്ട്, ലോഞ്ച് പാഡ് മൂവ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, വെതറിന് വേണ്ടി ബലൂണുകൾ ലോഞ്ച് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നവരുണ്ട്, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നൊരു വലിയ ടീം അവിടെ ട്രക്കുകളും കപ്പളറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരെയൊന്നും കാണിക്കുന്നില്ല, ഈ പ്രൊജക്ട് ഡയറക്ടറെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു ചോദ്യമാണ്, ഇതിലൊരു ഫൈനലി ഒരു മറ്റേ ഗോ കൊടുക്കുന്ന ആരാണ് ഈ ലോഞ്ച് ചെയ്യൂ? അങ്ങനെ ഒരാളൊന്നുമില്ല. നമ്മളെല്ലാം തീരുമാനിക്കുന്ന ഒരു ടീം വർക്കാണ്. പിന്നെ നോഷണലി ഗോ കൊടുക്കുന്നത് മിഷൻ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തെ നമ്മൾ ചെയർമാനും അല്ല, ചെയർമാൻ ഒരു റോളും ആ ലോഞ്ച് സമയത്ത് ഗോ നോ ഗോയ്ക്കില്ല. ഓക്കെ, കാരണം സീനിയർ ആളുകളെല്ലാം ആ ലോഞ്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളുടെ തീരുമാനം. കാരണം അത് നെക്സ്റ്റ് ലോവർ ലെവൽ ആളുകളാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. ലോഞ്ച് ചെയ്യാനോ ലോഞ്ച് ചെയ്യണ്ടോ എന്നുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നവരാണ്. എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ചെയർമാനെ കൺസൾട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി എങ്കിൽ മാത്രം ചെയർമാനോ മറ്റ് സീനിയർ ആളുകൾ ഇടപെടുള്ളൂ. അല്ലെങ്കിൽ ഒരു ലോഞ്ച് സമയത്ത് ചെയർമാന് ഒരു ഉത്തരവാദിത്വവും ഇല്ല, വെറുതെ ടെർമിനലിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉത്തരവാദിത്തമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കും ഓരോ ആളുകൾ എന്തൊക്കെയാണെന്ന്. അതിനാണ് എക്സിക്യൂട്ടീവുകൾ, മിഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് മിഷൻ ഡയറക്ടർ റോള്. പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത റോളാണ് വെഹിക്കിൾ ഡയറക്ടർ, റോക്കറ്റിൻ ഡയറക്ടർ, സാറ്റലൈറ്റ് ഡയറക്ടർ ഒരാളുണ്ടാവും, റേഞ്ച് ഓപ്പറേഷൻസ് ഡയറക്ടർ ഉണ്ടാവും, സേഫ്റ്റിക്കുള്ള ഒരാളുണ്ടാവും. അത് ഇതിനെ പൊട്ടിക്കുക, ഏതെങ്കിലും തരത്തിൽ ഡീവിയേഷൻ വന്നാൽ പൊട്ടിച്ച് കളയാൻ അതിനും ചെയർമാനോട് ചോദിക്കേണ്ട കാര്യമില്ല. ആ പർട്ടിക്കുലർ വ്യക്തി, അതിന് ഉത്തരവാദിത്തമുള്ള വ്യക്തിക്ക് ആ പാത്ത് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അത് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. അയാൾക്ക് പ്രസ് ചെയ്യുക, അയാളെ യാതൊരു വിധത്തിൽ നമ്മൾ പണിഷ് ചെയ്യുക പോലും ഇല്ല. ഈ മിഷൻ പരാജയപ്പെടുമ്പോൾ പരാജയപ്പെട്ടപ്പോൾ ISRO ചീഫ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അടുത്ത് നിന്ന് കരയുന്ന ഒരു രംഗം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു പരാജയ ഭീതി എപ്പോഴും ഈ ഏതൊരു മിഷനും കൂടെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഏതൊരു മിഷനും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് വിജയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, പരാജയപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താ? വിജയിക്കാനുള്ള പോസിബിലിറ്റിയെ മാക്സിമൈസ് ചെയ്യുക, പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി മിനിമൈസ് ചെയ്യുക. ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സീറോ അല്ല പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി. പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി എപ്പോഴും ചെറിയൊരു ശതമാനം ഉണ്ട്. എന്തുകൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള കുഴപ്പം ഒരുപാട് പാരാമീറ്ററുകൾ വർക്ക് ചെയ്യണം കറക്റ്റായിട്ട്. റോക്കറ്റ് വിഷയം ഇവിടെ അങ്ങനെയാണ്. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനകത്ത് ഏകദേശം 15 മിനിറ്റ് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് 600 കിലോമീറ്റർ ഉയരത്തിലെത്തി ഉപഗ്രഹത്തെ വിക്ഷേപിച്ചിട്ട് എത്രയോ ഇവൻറ്റുകളാണ് അതിനുള്ളിൽ നടക്കുന്നത്. കമ്പ്യൂട്ടറുകൾ, സോഫ്റ്റ്വെയറുകൾ, ഇലക്ട്രിക്കൽ കണക്ടറുകൾ, ആക്ച്വേറ്ററുകൾ, മോട്ടറുകൾ, എത്രയോ സാധനങ്ങൾ ആ പ്രോഗ്രാം അനുസരിച്ച് തന്നെ വർക്ക് ചെയ്യണം. അതിലുപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡിഫക്റ്റുകൾ മുതൽ എല്ലാം അതിനകത്ത് മാറ്റർ ചെയ്യും. അപ്പോൾ ഇത്ര പെർഫെക്റ്റായിട്ടൊരു സാധനം വർക്ക് ചെയ്യുമ്പോൾ ഇംപെർഫെക്ഷൻ അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംപെർഫെക്ഷനെ മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു വഴി പ്രോസസ് അഡ്ഹറൻസ് എന്ന് പറയും. ചെയ്യുന്നതിന് ഇന്ന രീതിയിൽ അത് ചെയ്യാവൂ, അതിനപ്പുറം ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ വാച്ച് ഡോഗുകളെ ഉണ്ട്, ക്വാളിറ്റികളുണ്ട്, പ്രോസസ്സ് ഉണ്ട്, റിവ്യൂ പ്രോസസ്സുകളുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കണം. എന്നാലും ഒരു സംശയം അതിനുള്ളിൽ കടക്കാം. അങ്ങനെയാണല്ലോ ഫെയിലറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കുഴപ്പം, ഫെയിലറുകളെ മാറ്റാനായിട്ട് ചെറിയ കറക്ഷനുകൾ നമുക്ക് നടത്താം. അതിനെയാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് ഫെയിൽ ആകുമ്പോൾ മറ്റൊരു എക്യുപ്മെൻറ്റ് ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ റിഡൻഡൻ്റ് എന്ന് പറയും. അങ്ങനെ ചില റിഡൻഡൻസികൾ നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാത്തിനും റിഡൻഡൻസികൾ കൊടുക്കാനാവില്ല. സോഫ്റ്റ്വെയറിന് റിഡൻഡൻസികളുണ്ട്. ഒരു അൽഗോരിതം തെറ്റിപ്പോയാൽ മറ്റൊരു അൽഗോരിതം പ്രവർത്തിക്കാനുള്ള വഴികളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം പോസിബിലിറ്റീസ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും കറക്റ്റ് ചെയ്യാൻ മനുഷ്യനാവില്ല. അതുകൊണ്ട് തന്നെ ഫെയിലർ ഒരു പോസിബിലിറ്റി ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ പറ്റില്ല. എത്രയോ ഉണ്ടായിട്ടുണ്ട്. എത്രയും പുറത്ത് കണ്ടത് വളരെ കുറവും പുറത്ത് കാണാത്ത വളരെ അധികവും ആണെന്ന് പറയേണ്ടി വരും. പുറത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ അടുത്തിടയ്ക്കല്ലേ ഇസ്രോ ഇത്രയും ഒരു പബ്ലിക് ഔട്ട്റീച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 60 years ആയിട്ടും വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈവൻ സ്കൂൾസിൽ പോലും അല്ലെങ്കിൽ കോളേജസിൽ പോലും നോർമൽ സ്കൂൾസ് ആൻഡ് കോളേജസ് അവിടെ ഒരു ഇസ്രോ ഔട്ട്റീച്ച് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. മേ ബി ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് ദ റീസൺ വൈ പണ്ട് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് ഫിലിം സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ ടുഡേ സൂപ്പർ സ്റ്റാർസ് ആർ പീപ്പിൾ ലൈക്ക് യു.
ആൻഡ് ഐ മീൻ എസ്പെഷ്യലി ആഫ്റ്റർ ദ ചന്ദ്രയാൻ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഇത്രയും സമയം ഇസ്രോ ആ പബ്ലിക് ഔട്ട്റീച്ചിന് സമയം ഇത്രയും എടുത്ത എന്താണ്? അത് ISROയുടെ കുഴപ്പമൊന്നുമല്ല, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കഴിഞ്ഞൊരു കുറച്ച് കാലമായിട്ടല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ പബ്ലിക് ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ പണ്ട് എന്തായിരുന്നു, പാംഫ്ലെറ്റ് ഉണ്ടാക്കി നിങ്ങൾ കാറിൽ കൂടെ ഇങ്ങനെ റോഡിൽ കൂടെ എറിഞ്ഞുകൊണ്ട് പോകണമായിരുന്നു പണ്ട് പബ്ലിക് ഔട്ട്റീച്ച് വേണമെങ്കിൽ. ഇപ്പോൾ സയന്റിസ്റ്റ് they are reaching out to schools having lectures and workshops. That was happening all the time. പക്ഷേ ഇന്ന് ആ പോകുന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അവയർനെസ് വളരെ കൂടിയിട്ടുണ്ട്. കാരണം പ്രിന്റ് മീഡിയക്കാളും ഇന്ന് ഇലക്ട്രോണിക് മീഡിയ വളരെ പവർഫുള്ളാണ്. നമുക്കിപ്പോൾ പല മീഡിയയെ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ റിയൽ ടൈം വീഡിയോകളുണ്ട്. പണ്ടത് ലോഞ്ചൊന്നും നമ്മൾ കാണുന്നത് എപ്പോഴാണ്, ദൂരദർശൻ ലോഞ്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ ബിറ്റ് ഇടുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ലോഞ്ച് നടന്നെന്ന്. അല്ലാതെ റേഡിയോയിൽ അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ലൈവ് റേഡിയോ ഒക്കെ വളരെ കുറവുണ്ടായിരുന്നു. എന്നാലും സാർ ഈ യുവിക പോലുള്ള പ്രോഗ്രാം വേർ സ്റ്റുഡൻസ് ആർ ഇൻവൈറ്റഡ് ടു ഇന്റേൺ വിത്ത് യു ആസ് വെൽ ആസ് വാച്ച് ദ ലോഞ്ച് പ്രോഗ്രാംസ്, ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളൊരു മാറ്റമാണത്. പണ്ട് നമ്മളൊരു ആലോചിച്ച് നോക്കൂ, ഈ വിജയം ISROയ്ക്ക് വന്നു തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. PSLVക്ക് ശേഷമാണ് ഇത് വന്നിട്ടിരിക്കുന്നത്. 1995 ശേഷമാണ് ഈ വലിയൊരു മാറ്റം ഉണ്ടായത്. അതിനു മുമ്പില്ല. അതിനു മുമ്പ് ASLVയുടെ കാലഘട്ടം വരുന്നത്. ASLVയുടെ കാലഘട്ടം ഞങ്ങൾ കടന്നുപോയ കാലം 1985 മുതൽ 95 വരെയുള്ള 10 വർഷം വളരെ കഷ്ടപ്പെട്ട കാലഘട്ടമായിരുന്നു. അന്നായിരുന്നു ASLV ഫെയിലായിട്ട് ഈ PSLV ഉണ്ടാക്കിയിട്ടുമില്ല. PSLVയുടെ ആദ്യ വിക്ഷേപണം പരാജയപ്പെട്ടു. രണ്ടാമത്തെ വിക്ഷേപണം 1995 നടന്ന ശേഷം പിന്നീടാണ് ഏതൊരു വിക്ഷേപണം വിജയിക്കും എന്ന് പബ്ലിക് പോലും മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം ഈ പബ്ലിക് ഔട്ട്റീച്ചൊക്കെ നടത്താൻ പറ്റൂ. ഫെയിലായ റോക്കറ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയി നിന്ന് സംസാരിച്ചുള്ള അവസ്ഥ എന്താ, എന്നെയൊക്കെ കല്ലെറിഞ്ഞിട്ടുണ്ട് ആളുകൾ. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് പെരുകടയിൽ ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂക്കി വിളിച്ചിട്ടുണ്ട്. ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ട് ആളുകൾ. കാരണം അന്ന് തലേദിവസം ASLVയുടെ വിക്ഷേപണം പരാജയപ്പെട്ടതുകൊണ്ട് 2 വിക്ഷേപണമായി പരാജയപ്പെടുന്നു. അതാണ് വേറെ പല അൺനെസസറി കാര്യങ്ങളും ഇസ്രോയിൽ ഉണ്ടായിട്ടില്ലേ? That slow down the progress of ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ്. ഇതൊക്കെ പുറത്തുണ്ടായിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ്. അകത്തൊരു സ്ലോ ഡൗൺ നടന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നിങ്ങൾ PSLV ചില ആൾക്കാർ പറഞ്ഞാൽ അത് ടെക്നോളജീനെ പുറകോട്ട് വലിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു സംസാരം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അറിയാവുന്നവർ അതിനെക്കുറിച്ച് പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ടെക്നോളജി പുറകോട്ടാവലും അതുകൊണ്ടുണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എന്തൊക്കെ ടാർഗറ്റ് ചെയ്യേണ്ടോ അതെല്ലാം നേടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിന് ഡിലേ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഇതിനുള്ളിൽ ഒരു ഷെഡ്യൂളുണ്ട്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ PSLV വിക്ഷേപണം 1988 നടക്കും എന്നായിരുന്നു ഞങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഷെഡ്യൂൾ. നമുക്കെല്ലാം അറിയാം 88 നടക്കില്ല എന്ന്. പക്ഷേ നമ്മൾ ഒരു സ്വഭാവം ഉണ്ട് ISROയ്ക്ക്. നമ്മളൊരു ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടും. മാനേജ്മെൻറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുള്ളിലുള്ള ആളുകളെല്ലാം കൊണ്ട് ആ ഒപ്റ്റിമിസ്റ്റിക് ഷെഡ്യൂൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഒരു റീസണബിൾ ഷെഡ്യൂളിൽ നമ്മൾ എത്തിപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ്. ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. അന്നത്തെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ അതാണ്. ഇന്നും മാനേജ്മെൻറ്റ് സ്റ്റൈൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയുന്നതെല്ലാം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകളായിരിക്കും പറയുന്നത്. അത് ഇൻറ്റേർണലി ഇപ്പോൾ പുറത്ത് പറയുന്നതിനേക്കാളും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളായിരിക്കും നമുക്ക് അകത്തുള്ളത്. ഇതൊരു ഇൻറ്റേർണൽ എനർജി, ഒരു ഫയർ ഉണ്ടാക്കാനുള്ളൊരു ഉദ്ദേശത്തിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിലേ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം പലപ്പോഴും ടെക്നോളജി അൺസർട്ടനിറ്റി ഉണ്ട്, ഫെയിലറുകളുണ്ടാകും. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ ഫെയിലറിനെ കുറിച്ച്. ഞാൻ GSLV മാത്രത്തിൻ്റെ വികസനത്തിൻ്റെ കഥ തന്നെ പറയാം. 2002 മുതൽ 2014 വരെ നടന്ന സമയത്ത് എത്രയോ ഫെയിലറുകളകത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടായിട്ടുണ്ട്. ഞാൻ പ്രൊജക്ട് ഡയറക്ടർ ആകുമ്പോൾ തന്നെ L110 എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്, മെയിൻ സ്റ്റേജിൻ്റെ ടെസ്റ്റ് ഫെയിലായ ശേഷമാണ് ഞാൻ അതിനകത്ത് പ്രൊജക്ട് ഡയറക്ടർ ആവുന്നത്. അത് പിന്നെ കറക്റ്റ് ചെയ്ത് അടുത്തൊരു വർഷത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി. പിന്നീട് ഉണ്ടായ എത്രയോ ഡെവലപ്മെൻറ്റ് ടെസ്റ്റുകൾ ഫെയിലായി. എത്ര ഡിസൈനുകളൊക്കെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. ആ ഫെയിലറുകളുടെ ഉള്ളിൽ കൂടെ പലപ്പോഴും പറയും ക്രയോജനിക് എഞ്ചിൻ മാത്രം ഉണ്ടാവും വളരെ കുറച്ച് ഫെയിലറുകളിലൂടെ കടന്നുപോയത്. എന്നാലും മറ്റു പല ഘടകങ്ങളും ഒരുപാട് ഫെയിലറുകളിലൂടെ കടന്നുപോയി. ഇതെല്ലാം ഞങ്ങൾക്ക് അകത്തറിയാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ അൺസർട്ടനിറ്റികളുണ്ടാകും, ഡിലേ ഉണ്ടാകും. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഈ അത്തരം പ്രശ്നങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജോയിൻ ചെയ്ത് അധികം വൈകാതെയാണല്ലോ ISRO സ്പൈ കേസ് വരുന്നതും, അതൊരു രീതിയിലും ബാധിച്ചില്ല എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും ഞാൻ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തന്നെ പറയാൻ പറ്റും. സ്പൈ കേസ് പത്രങ്ങൾക്ക് നല്ലൊരു വിരുന്നായിരുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. കാരണം ഒരു ഓർഗനൈസേഷനിൽ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും പുറത്ത്.
പക്ഷേ ഞങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന ലീഡർഷിപ്പ്, ഞാൻ PSL പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. PSL ഉണ്ടായിരുന്ന ലീഡർഷിപ്പ് എത്ര മനോഹരമായിരുന്നു, എത്ര ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ പറയാൻ പറ്റും. മാധവൻ നായർ സാറായിരുന്നു പ്രോജക്ട് ഡയറക്ടർ ആ സമയത്ത്. പിന്നീട് PSLV അതിനുശേഷം വന്ന ആളുകൾ പെരുമാൾ, രാമകൃഷ്ണൻ എല്ലാം ടോപ്പ് ലീഡേഴ്സാണ്. അവരൊന്നും നമ്മളെ യാതൊരു നിമിഷം പോലും അതിനെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ സമയം തന്നിട്ടില്ല. അപ്പം ഇൻറ്റേർണലി അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ സ്പൈക്കേഴ്സിനെ കുറിച്ച് പറയുന്ന പലപ്പോഴും വരുന്ന ക്രയോജനിക് എഞ്ചിൻ്റെ നിർമ്മാണം ഡിലേ ആയിപ്പോയി എന്നുള്ളതാണ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതിൽ പ്രവർത്തിച്ചവർ പറയുന്ന അഭിപ്രായത്തോടെ ഞാൻ ഡിസഗ്രി ചെയ്യുന്നതല്ല. പക്ഷെ ഞാൻ കണ്ട കാഴ്ചയാണ് പറയുന്നത്. ക്രയോജനിക് എഞ്ചിൻ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. റഷ്യയിൽ നിന്നുള്ള ക്രയോജനിക് എഞ്ചിൻ നമുക്ക് കിട്ടി. അത് വെച്ച് നമ്മൾ ലോഞ്ചുകൾ നടത്തി. അതിനുശേഷം ടെക്നോളജി ബാൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ അകത്ത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഒരുപാട് പരാജയങ്ങളുണ്ടായി. അത് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുകയും എഞ്ചിനുകൾ പല പ്രാവശ്യം നശിച്ചു പോവുകയും പിന്നെയും നിർമ്മിക്കുകയും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കൊച്ചു കൊച്ചു കമ്പനികളാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ ഒരു ക്രയോജനിക് എഞ്ചിൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി പോലും ISROയ്ക്ക് ഇല്ല, ഇന്നുമില്ല. ഈ പറഞ്ഞ കമ്പനികളിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ ഇത്രയും സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും അത് വിജയിപ്പിച്ചതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് നമുക്കുള്ള ക്രയോജനിക് എഞ്ചിൻ്റെ വിഷയമാണ് വിജയിക്കുകയാണ് ഉണ്ടായത്. ഈ സ്പൈക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറേ വാർത്തകൾ, കുറേ ക്യാമ്പയിൻസ് ഒക്കെ നമ്മുടെ ഒരു മൊറാലിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്? എനിക്ക് പറയാൻ എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് മറ്റുള്ളവരുടെ അഫക്റ്റിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്. എനിക്കതൊരു മൊറൽ ഡാമേജ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓഫ് കോഴ്സ് എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അതൊരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു കേസായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും അന്നും അറിയാം, ഇന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എന്തിനിത്രമാത്രം ഡ്രാമാറ്റൈസ് ചെയ്യപ്പെട്ടൊരു കേസുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്പിനാരായൺ സാർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അനാവശ്യമായൊരു കാര്യമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ അന്നൊരു സെൻസിറ്റീവ് കേസാണ്. അത് പോലീസിൻ്റെ ഇടയിലും കോടതിയുടെ ഇടയിലും പബ്ലിക്കിൻ്റെ ഇടയിലും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ആയതുകൊണ്ട് നമ്മളെല്ലാം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, മിണ്ടായിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളന്ന് അഡോപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ISROയിൽ പൊതുവേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ സമയത്ത് അത്ര ഒരു സീനിയർ ആളൊന്നുമല്ല, ഞാനൊരു മിഡിൽ ലെവൽ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രം.